മഹത്തായ ദാറുൽ മആരിഫിൻ്റെ പ്രിൻസിപ്പൽ ബാപ്പുട്ടി ഉസ്താദ്, ദാറുൽ മആരിഫിലെ ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, G50 അൽ മആരിഫ് G50 എന്ന പേരിൽ ദാറുൽ മആരിഫ് 50 ആണ്ടിൻ്റെ ഒരു മഹത്തായ ചരിത്ര മുഹൂർത്തത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ മഹത്തായ സ്ഥാപനത്തിന് വൈജ്ഞാനികമായ സേവനങ്ങൾ ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാരെ അനുസ്മരിക്കുന്ന അനുഗ്രഹീതമായ ഒരു മജ്‌ലിസാണിത്. ഇതിനകം മഹാനായ ബാനി ഉസ്താദിനെയും സയ്യിദാലി ഉസ്താദിനെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നടന്നു. ഇനിയും അനുസ്മരണ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. 2 പതിറ്റാണ്ട് കാലം ഈ മഹത്തായ സ്ഥാപനത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഷെയ്ഖുന മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ അനുസ്മരണമാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ ഖ്യാതി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ച് മലയാളിയായൊരു പണ്ഡിതൻ അറബി സാഹിത്യത്തിൻ്റെ പരമോന്നതമായ മേഖലയിലെത്തി നിന്ന് തൻ്റെ രചനയിലൂടെ, തൻ്റെ അത്ഭുതകരമായ പ്രതിഭയിലൂടെ ഈ മഹത്തായ നാടിന് തന്നെ ഒരു വലിയ അഭിമാനമുണ്ടാക്കിയ ഒരു പണ്ഡിതനാണ് ഷെയ്ഖുന തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് അവറുകൾ. ബാപ്പു ഉസ്താദിൻ്റെ ഇൽമും അറിവും ബുദ്ധിയും സർഗാത്മകതയും കാവ്യ പടുത്വവും മഹാനായ ഷെയ്ഖുന അവറുകൾ ഒരു പണ്ഡിതൻ എത്തിപ്പെടാവുന്ന സകല മേഖലകളിലും അത്ഭുതകരമായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു മഹാനായിരുന്നു. ബാപ്പു ഉസ്താദ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കവിത മാത്രമാണ്. പലരും കാണാൻ ശ്രമിക്കുന്നത് ബാപ്പു ഉസ്താദിലെ കവിയെ മാത്രമാണ്. അതേസമയം ഇൽമിൻ്റെ മേഖലയിൽ, തസവൂഫിൻ്റെ മേഖലയിൽ ഷെയ്ഖുനായുടെ സാന്നിധ്യം, ഉസ്താദിൻ്റെ വ്യക്തിപ്രഭാവം, ഉസ്താദിൻ്റെ കഴിവുകൾ സാധാരണ പണ്ഡിതന്മാർക്ക് മാത്രം ബോധ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് ഒരു കവിയാണ്, പാട്ട് എഴുതുന്ന ആളാണ്, കവിത എഴുതുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള അനുസ്മരണങ്ങളാണ്. ഷെയ്ഖുന ബാപ്പു ഉസ്താദിൻ്റെ അനുസ്മരണ ഗ്രന്ഥം വായിക്കുമ്പോൾ ഉസ്താദിൻ്റെ കൂട്ടുകാരായ, ഉസ്താദിൻ്റെ കൂടെ പഠിച്ച കളിക്കൂട്ടുകാരായ സാധാരണക്കാരായ ആളുകൾക്ക് എഴുതുന്ന അനുഭവങ്ങൾ ബാപ്പു വലിയൊരു നല്ലൊരു കവിയായിരുന്നു എന്നായിരുന്നു. അതിലപ്പുറം മഹാനായ ഷെയ്ഖുന ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളിൽ വളരെ പ്രഗത്ഭനായ ഒരു മഹാപണ്ഡിതനായിരുന്നു ഷെയ്ഖുന അവറുകൾ. കുടുംബ മഹിമയിലും അവിടുന്ന് ഏറ്റവും ഉന്നതമായൊരു കുടുംബത്തിൽ ജനിക്കാൻ അവസരം ലഭിച്ചയാളാണ്. യമൻ എന്നാൽ നമുക്കറിയാം, പാണ്ഡിത്യവും തസവൂഫും വിലായത്തും ഒത്തുകൂടിയ അല്ലാഹുവിൻ്റെ ഭൂമിയിൽ അനുഗ്രഹീതമായൊരു സ്ഥലമാണ് യമൻ. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനികളെ പ്രശംസിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യമനികളുള്ള മജ്‌ലിസിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനികളെ അനുസ്മരിക്കുമായിരുന്നു, അവരെ പ്രശംസിക്കുമായിരുന്നു. അവർ നല്ല ലോലമായ ഹൃദയമുള്ള, നല്ല കട്ടിയുള്ള ഈമാനുള്ള, നല്ല സ്വഭാവ വൈശിഷ്ട്യമുള്ള ആളുകളാണെന്ന് യമനികളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പ്രകീർത്തിച്ചിട്ടുണ്ട്. മഹാനായ ഷെയ്ഖുന ബാപ്പു ഉസ്താദിൻ്റെ കുടുംബം യമനിൽ നിന്ന് വന്നവരാണ്. യമനിൽ നിന്ന് അഹ്മദുൽ യമനി എന്ന മഹാപണ്ഡിതൻ കർണാടകയിലെ കുന്ദാപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് മാഹിയിലേക്ക് എത്തി. അങ്ങനെയാണ് ആ പരമ്പര കേരളത്തിലേക്ക് വരുന്നത്. ആ ഉജ്ജ്വലമായ പരമ്പരയിലാണ് കേരളത്തിലെ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ, നക്ഷബന്ദി ആധ്യാത്മ സരണിയുടെ ആ മഹാനായ ഗുരുവര്യരായിരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്ഷബന്ദി തങ്ങൾ ജനിക്കുന്നത്. താനൂർ ഷെയ്ഖിൻ്റെ ഉമ്മ വഴിയും വാപ്പ വഴിയും 2 വഴികളിലും താനൂർ ഷെയ്ഖിൻ്റെ പേരക്കുട്ടിയായി ജനിക്കാൻ അവസരം ലഭിച്ച, കുടുംബ മഹിമയിലും വളരെ വലിയ സ്ഥാനമാനങ്ങളുള്ള ഒരു മഹാനാണ് ഷെയ്ഖുന ബാപ്പു ഉസ്താദ് അവറുകൾ. ഓക്കെ ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ചു. ഉസ്താദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ നിരവധി പണ്ഡിതന്മാരുടെ അടുക്കൽ
ഓതിപ്പടിക്കാനുള്ള അവസരങ്ങൾ ബാപ്പു ഉസ്താദിനുണ്ടായി. കരിങ്ങപ്പാറ ഉസ്താദ്, കാടേരി അബുൽ കമാൽ ഉസ്താദ്, കൂട്ടുമല ഉസ്താദ്, അതേപോലെ തന്നെ ശൈഖുന ഓക്കെ ഉസ്താദ്, ആ കാലഘട്ടത്തിലെ വലിയ വലിയ വൈജ്ഞാനിക ഭണ്ഡാകാരങ്ങളായിരുന്ന മഹാപണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. കുടുംബ മഹിമ നോക്കിയാൽ അതിലും ഉന്നതമായൊരു പാരമ്പര്യം, ഉസ്താദുമാരെ നോക്കിയാൽ അതിലും വലിയ വലിയ മഹാന്മാരായ ഉസ്താദുമാരുടെ ഒരു വലിയ ശൃംഖല. അതോടൊപ്പം തന്നെ ശിഷ്യഗണങ്ങൾ നോക്കിയാൽ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ശിഷ്യഗണങ്ങൾക്ക് നേതൃത്വം നൽകാനും പള്ളി ദർസിലൂടെ നിരവധി പണ്ഡിതന്മാരെ സമൂഹത്തിൽ സമർപ്പിക്കാനും ശൈഖുനക്ക് സാധിച്ചു എന്നതാണ്. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതരായ ഒരു പണ്ഡിതനായിരുന്നു ഉസ്താദ് അവറുകൾ. ഉസ്താദിന്റെ സാഹിത്യ സമൃദ്ധിയെ സംബന്ധിച്ചും അവിടുത്തെ കാവ്യ പദവിയെ സംബന്ധിച്ചും ഞാൻ നിങ്ങളെ കൂടുതൽ അറിയിക്കേണ്ട ആവശ്യമില്ല. മാദിഹുർ റസൂൽ എന്നാണ് കേരളീയ പണ്ഡിത സഭ ഉസ്താദിന് കൊടുത്ത അപരനാമം. ഷാഇർ എന്ന് പറയാൻ ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കവി എന്ന അർത്ഥത്തിൽ ബാപ്പുസ്താദ് ഒരു ഷാഇറായിരുന്നു എന്ന് പറയാൻ ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണ് വാ തുറന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം ഓർക്കുകയും അനുസ്മരിക്കുകയും എല്ലാ റബീഉൽ അവ്വൽ മാസങ്ങളിലും ഓരോ വിശിഷ്ടമായ കാവ്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുണ്ടാക്കുകയും അത്തരത്തിലുള്ള കാവ്യങ്ങളിലൂടെ നബി മുഹബ്ബത്തിലേക്ക്, അള്ളാഹുവിന്റെ ഹബീബിനുള്ള ഇഷ്കിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കാനുള്ള അത്ഭുതകരമായ ഒരു ശക്തി, ഒരു പ്രതിഭ ഒന്നിനായ ശൈഖുനക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും പ്രസിദ്ധീകരിക്കപ്പെടാത്ത പലതും ഉസ്താദിന്റെ രചനകളിലായി നമുക്ക് കാണാൻ സാധിക്കും. ശൈഖുന ബാപ്പുസ്താദ് അവറുകൾ ഈ ഒരു കാവ്യലോകത്തേക്ക് കടന്നു വന്നൊരു സംഭവം ബഹുമാനപ്പെട്ട ശൈഖുന റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവറുകൾ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. ബാപ്പുസ്താദിന്റെ ദർസ്, ഓക്കെ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഓക്കെ ഉസ്താദ് ദർസ് നടത്തുന്നതിനിടയിൽ അല്പം പുറത്തു പോയി തിരിച്ചു വന്നപ്പോ ബാപ്പുസ്താദ് സുന്ദരമായി ഈരടികളിലൂടെ ഓക്കെ ഉസ്താദിനെ മദ്ഹ് ചെയ്തു. ആ മദ്ഹ് ചെയ്യുന്ന ഈരടികൾ, വരികൾ ഓക്കെ ഉസ്താദ് കേൾക്കണമെന്ന് ഉദ്ദേശിച്ചു ചൊല്ലിയതായിരുന്നില്ല. പക്ഷേ ഉസ്താദ് അത് കേട്ടു. അത് കേട്ടപ്പോൾ മഹാനായ ഓക്കെ ഉസ്താദിന് വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ബാപ്പു നല്ലൊരു കവിയായിരിക്കുന്നല്ലോ, നല്ലൊരു പാട്ടുകാരനായിട്ടുണ്ടല്ലോ എന്ന് ഓക്കെ ഉസ്താദ് അനുസ്മരിച്ചു. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ശൈഖുന റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് എഴുതുകയാണ്, ആ വരികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ബാപ്പു ഉസ്താദ് എന്ന കവിയെ ലോകത്തേക്ക് സമർപ്പിക്കാൻ നിമിത്തമായ ഓക്കെ ഉസ്താദിന്റെ വായയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ആ വരികൾ നമുക്ക് നഷ്ടമായി. അത് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് തന്റെ അനുസ്മരണ ലേഖനത്തിൽ ശൈഖുന റഈസുൽ ഉലമാ അവറുകൾ ചോദിക്കുകയാണ്. അങ്ങനെ ഉസ്താദിന്റെ മനസ്സിൽ നിന്ന് പെയ്തിറങ്ങിയ കവിതകൾ ചിലപ്പോൾ അത് ആകസ്മികമായിരിക്കാം, ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കാം. ഉസ്താദ് അവറുകൾ പലപ്പോഴും പറയാറുണ്ട്, കവിത ഉണ്ടാക്കുന്നതല്ല, അത് ഉണ്ടാകുന്നതാണ്. ഉസ്താദ് അവറുകൾക്ക് ഓരോ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും കവിതകൾ പിറക്കുകയാണ്. ആ മഹത്തായ മനസ്സിൽ നിന്ന് നിരന്തരമായി കവിതകൾ അത് ജനിക്കുകയും അത് ഇങ്ങനെ ഉസ്താദിന്റെ സന്ദർഭം അനുസരിച്ചുകൊണ്ട് പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അത്ഭുതകരമായ കവിതകൾ, അതിൽ ഏറിയ പങ്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹകളാണ്. അതുകൊണ്ടാണ് ഉസ്താദ് അവറുകൾ കേരള ഭൂഷൂരി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഉസ്താദ് അവറുകൾ മാദിഹുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. കേരളീയ പണ്ഡിതന്റെ രചനകൾ, അതിൽ തിസീസ് എഴുതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ഈ കേരളത്തിൽ ശൈഖുന ബാപ്പുസ്താദിന് മാത്രം ലഭിച്ച ഒരു ബഹുമതിയാണ്. അങ്ങനെ അവിടുത്തെ രചനകളിൽ പോലും അത്ഭുതകരമായ ഗവേഷണങ്ങൾ നടന്ന് ആ ഗവേഷണങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന ബിരുദം കൊടുത്ത് ആദരിക്കുകയാണെങ്കിൽ ബാപ്പു ഉസ്താദ് എന്ന അത്ഭുത വ്യക്തിത്വത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ശിഷ്യനായി, പ്രഗത്ഭരായ ശിഷ്യന്മാരുടെ ഉസ്താദായി ഒരു മഹത്തായ പരമ്പരയിലൂടെ ജനിച്ച് കേരളത്തെ സമ്പന്നമാക്കിയ ഒരു മഹാനായ പണ്ഡിതൻ ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തലക്കടത്തിൽ ഓതുന്ന സമയത്ത്
അവിടെ സീനിയർ മുദരിസായിരുന്ന സീനിയർ മുതഅല്ലിമായിരുന്ന ശൈഖുന ബാപ്പുസ്താദിന്റെ ദർസിൽ ചില കിതാബുകൾ ഓതിപ്പിടിക്കാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചു. ബാപ്പുസ്താദ് അവர்கள் AP ഉസ്താദ് പലപ്പോഴും പറയും, ബാപ്പു ഉസ്താദ് എന്റെ ഉസ്താദ് കൂടിയാണ്. ശൈഖുന AP ഉസ്താദിനെ പോലെയുള്ള കാലഘട്ടം കണ്ട അത്ഭുതകരമായ യുഗപുരുഷന്മാരെ വരെ ശിഷ്യന്മാരായി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉസ്താദിന്റെ മറ്റൊരു പ്രത്യേകത. ഉസ്താദിന്റെ കവിതകൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാം. എല്ലാ കവിതകളുടെയും അവസാനങ്ങളിൽ ശൈഖുന AP ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാത്ത വരികളില്ല. അത്രയും നല്ല ആത്മബന്ധമായിരുന്നു സുൽത്താനുൽ ഉലമയായിട്ട് ബാപ്പുസ്താൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ഉത്തര കേരളത്തിലെ അത്യുന്നതമായ ദർസുകൾക്ക് നേതൃത്വം നൽകിയ മഹാപണ്ഡിതനായിരുന്നു ശൈഖുന താജുശ് ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് അവറുകൾ. താജുശ് ശരിയ മഹാനായ ശൈഖുന കോട്ടുമൽ ഉസ്താദിന്റെ ദർസിൽ പരപ്പനങ്ങാടി പനയത്തിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് ബാപ്പു ഉസ്താദ് ആ ദർസിലെ വലിയ മുതഅല്ലിമാണ്, വലിയ കിതാബ് ഓതുന്ന ഉസ്താദ് മുതഅല്ലിമാണ്. താജുശ് ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് അവറുകൾ നഫായിസ് ജലാലൈനി പോലെയുള്ള കിതാബുകൾ ഞാൻ ബാപ്പു ഉസ്താദിൽ നിന്ന് ഓതിയതാണെന്ന് പറയുന്നു. ഉസ്താദിന്റെ ദർശനെ സംബന്ധിച്ച് ശൈഖുന താജുശ് ശരിയ അവറുകൾ അനുസ്മരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള എത്രയെത്ര പണ്ഡിതന്മാരാണ്. മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദ് അവറുകൾ നമുക്കറിയാം. ഈ പ്രദേശത്തെ മുഴുവനും തന്റെ ആത്മീയ ശക്തി കൊണ്ട് ജ്വലിപ്പിച്ച മഹാനായ കുണ്ടൂർ ഉസ്താദ് അവറുകൾ ബാപ്പുസ്താദിന്റെ ദർസിൽ ബാപ്പുസ്താദിനെ കൊണ്ട് നിരവധി കിതാബുകൾ ഓതിപ്പടിച്ച് ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അതിന്റെ പേരിൽ അഭിമാനിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഒരു ഗുരുവിന്റെ, ഒരു ഉസ്താദിന്റെ, ഒരു പണ്ഡിതന്റെ മഹത്വങ്ങളിൽ ഏറ്റവും വലിയൊരു മഹത്വം അവരുടെ ഉസ്താദുമാരാരാണ്, ശിഷ്യന്മാരാരാണ് എന്നുള്ളതിന്റെ മാനദണ്ഡത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ശിഷ്യനായി, വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഉസ്താദായി എല്ലാ അർത്ഥത്തിലും വൈജ്ഞാനിക ലോകത്ത് കിടയറ്റൊരു സ്ഥാനമാനമാണ് ശൈഖുന തിരൂരങ്ങാടി ഉസ്താദ് അവറുകൾ നേടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മഹത്തായ സവിധത്തിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടായിരുന്നു. ഞാനൊക്കെ ഉസ്താദിന് ദർസിൽ പഠിക്കുമ്പോൾ പ്രസംഗത്തിന് ആരെങ്കിലും ഉസ്താദിനോട് ആവശ്യപ്പെട്ടു വന്നാൽ തിരങ്ങാടി നൂറുൽ ഹുദയിൽ PKM സഖാവി ഇരിങ്ങല്ലൂർ എന്ന വലിയ പ്രഗത്ഭനായ പ്രഭാഷകനായിരുന്നു. ഞാനൊക്കെ ആ ദർസിൽ അവിടെ എത്തിപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് റബീഉൽ അവ്വലിന്റെ പല പരിപാടികളിലും ആളുകൾ പ്രസംഗിക്കാൻ ആള് വേണമെന്ന് ഉസ്താദിന്റെ അടുത്ത് വന്നാൽ എന്നെപ്പോലെയുള്ള പാവപ്പെട്ട കുട്ടികൾ ഉസ്താദ് പറഞ്ഞേക്കും. അവരോട് പറയും നല്ല പൈസ കൊടുക്കണം, 100 രൂപ കൊടുക്കണം. അന്ന് പ്രസംഗത്തിന് 50 റുപ്യ മാത്രം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. 100ഉം 200 ഒക്കെ കൊടുക്കണം എന്ന് ഉസ്താദ് പറയും. അത് മാത്രമല്ല, പ്രസക്തമായ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ദേശീയ ദിനങ്ങളിൽ, സ്വാതന്ത്ര്യ ദിനങ്ങളിൽ, അതല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ പോലെയുള്ള പരിപാടികളിൽ ഉസ്താദ് അവர்கள் നമുക്ക് മാറ്ററുകൾ, പ്രസംഗിക്കുന്ന മാറ്ററുകൾ പറഞ്ഞു തരും. ഒരു സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ടിപ്പുവിന്റെ ചരിത്രം, ടിപ്പു സുൽത്താൻ ഷഹീദിനെ പറ്റി നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർക്ക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാറുണ്ട്. അദ്ദേഹം വലിയൊരു മഹാനായിട്ടാണ് അറിയപ്പെടുന്നത്. ടിപ്പുവിനെ പറ്റി ലഭ്യമായ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശൈഖുന ബാപ്പുസ്താദിനോട് പറഞ്ഞു, ടിപ്പു അദവിയാണ്. അദവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉമ്മു അദി കുടുംബത്തിൽപ്പെട്ട ആളാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. അദ്ദേഹം ഫാറൂഖിയാണ്. അതുകൊണ്ടാണ് ടിപ്പുവിൽ അത്രയും ധൈര്യവും ശൗര്യവും അത്രയും നല്ല ഒരു യുദ്ധപാടവവും അദ്ദേഹത്തിന് നേതൃമഹിമയുമെല്ലാം ലഭിച്ചത് അദ്ദേഹം ഫാറൂഖി ആയതുകൊണ്ടാണ് എന്ന് ഉസ്താദ് ഒരിക്കൽ പറയുകയുണ്ടായി. ഇത് ഞാൻ എവിടെയും, ഒരു ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള സൂക്ഷ്മമായ ചരിത്രപരമായ കാര്യങ്ങൾ അതിസൂക്ഷ്മമായി ശ്രദ്ധിക്കാനും ഗവേഷണം ചെയ്യാനും ഉസ്താദ് അവർക്ക് സാധ്യമായിരുന്നു. മതപരമായ വിഷയങ്ങളിലും ഭൗതിക വിഷയങ്ങളിലും സാധാരണ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കാൻ, മുദരിസുമാർക്ക് ക്ലാസ് എടുക്കാൻ കഴിയാത്ത വളരെയധികം സങ്കീർണമായ വിഷയങ്ങളിൽ പോലും മഹാനായ ഉസ്താദ് സരസമായി, സരളമായി, ഫലിതമിശ്രിതമായി, വളരെയധികം എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കാനുള്ള പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. ബാഖിയാത്തിലെ ഷെയ്ഖ് അബൂബക്കർ സിദ്ദീഖിനെ സംബന്ധിച്ച് ഉസ്താദ് എഴുതിയ ഒരു മർസിയത്തിൽ നമുക്കൊരു വരി കാണാൻ സാധിക്കും. വലികുല്ലി മുഷ്കിലത്തിൻ ഹുനാക സുആലുഹാ വജവാബുഹാ വദലീലുഹാ വമിസാലുഹാ.
അബൂബക്കർ റളിയല്ലാഹു സംബന്ധിച്ച് ബാപ്പു ഉസ്താദ് എഴുതിയ മർസിയത്തിലെ വരിയാണിത്. വലികുല്ലി മുഷ്കിലത്തിൻ ഹുനാക സുആലുഹാ വജവാബുഹാ വദലീലുഹാ വമിസാലുഹാ. ഇത് ഉസ്താദിന്റെ ജീവിതത്തിൽ നേരിട്ട് നമ്മൾ അനുഭവിച്ച സത്യമാണ്. സർവ്വ പ്രയാസങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടായിരുന്നു, ജവാബുണ്ടായിരുന്നു, മറുപടികൾക്ക് ദലീലുകൾ ഉണ്ടായിരുന്നു, അതിന് തഹ്ഖീഖുണ്ടായിരുന്നു, അതിന് മിസാലുകൾ ഉദാഹരണങ്ങളിലൂടെയുള്ള അത്ഭുതകരമായ അവതരണ പാഠവുമായിരുന്നു ഒന്നിരായ ശൈഖുനയുടെ പ്രത്യേകത. ആ മഹാനവറുകൾ മഹാസമ്മേളനങ്ങളിൽ മുഖ്യപ്രഭാഷകനായി പ്രത്യക്ഷപ്പെട്ടില്ല. ഉസ്താദ് അവർക്ക് ആശംസകൾക്ക് ഉസ്താദ് ക്ഷണിക്കപ്പെട്ടില്ല. ഏതെങ്കിലും സമ്മേളനങ്ങളിൽ ഉസ്താദ് അവറുകൾ കൈ ഉയർത്തി ദുആ ചെയ്തത് പോലും നമ്മൾ കണ്ടില്ല. തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് അവറുകൾ പലപ്പോഴും സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കപ്പെടാനും അതല്ലെങ്കിൽ പതാക ഉയർത്താനും അതല്ലെങ്കിൽ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മാത്രം ആണ് അന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നത്. അതല്ലാതെ ഉജ്ജ്വല വാഗ്മിയായി, പ്രഭാഷകനായി, പ്രസംഗകനായി ബാപ്പു ഉസ്താദിന്റെ പേര് നമ്മൾ കണ്ടില്ല. ഉസ്താദിന്റെ ശബ്ദം താലിംകളല്ലാതെ പുറത്ത് മൈക്കിലൂടെയോ ഓൺലൈനുകളിലൂടെയോ ഉസ്താദിന്റെ ശബ്ദം നമ്മൾ ആരും കേട്ടില്ല. അതേസമയം മഹാനായ ശൈഖിനയുടെ ചിന്തകൾ, ആ മഹാനുഭാവന്റെ വിപ്ലവകരമായ അന്തർലീനമായി കിടന്ന കഴിവുകൾ, അത് ഈ ലോകത്തുണ്ടാക്കിയ വൈജ്ഞാനിക വിപ്ലവം എന്ന് പറയുന്നത് ഒരിക്കലും സമാനതകളില്ലാത്തതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2014 ആഗസ്റ്റ് 21 85-ാമത്തെ വയസ്സിൽ ശൈഖുനാ നമ്മിൽ നിന്ന് പിരിഞ്ഞു. ആ പിരിയുന്ന സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് അവറുകൾ എന്തൊക്കെയാണ് ബാക്കി വെച്ചത്? ഭാഷാപരമായ കഴിവ് എന്നത് നമുക്കറിയാം. നമ്മൾ ഇന്ന് ദഅവാ കോളേജുകളും കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസുകളും ഒക്കെ നടത്തുന്നത് കിതാബ് ഓതി കൊടുക്കുന്നതിന്റെ കൂടെ ഭൗതികമായ വിദ്യാഭ്യാസവും ഭൗതികമായ ഡിഗ്രികളും ഇനീഷ്യലുകളും അതോടൊപ്പം തന്നെ വിവിധ ഭാഷകളിലുള്ള പഠനങ്ങളും എല്ലാ സ്ഥാപനങ്ങളുടെ പ്രോസ്പെക്ടസിലും നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ ഭാഷകളിലുള്ള പഠനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. ശൈഖുനാ ബാപ്പു ഉസ്താദ് അവറുകൾ ദഅവാ കോളേജിൽ പഠിച്ചതല്ല. ഉസ്താദ് അവറുകൾ ഏതെങ്കിലും ഭാഷാപരമായി പഠിപ്പിക്കാൻ പറ്റുന്ന അക്കാഡമികളിൽ ചേർന്ന് പഠിച്ചതല്ല. ഉസ്താദിന്റെ അറബി ഭാഷയിൽ ഉണ്ടായിരുന്ന അത്ഭുതകരമായ കഴിവുകൾ, തഖ്മീസുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഏതിനെയാണോ ഉസ്താദ് തഖ്മീസ് ചെയ്തത് അതിനേക്കാളും ചിലപ്പോൾ സാഹിത്യ മികവ് കൊണ്ട് ഏതാണ് തഖ്മീസ് ചെയ്യപ്പെട്ട ഒറിജിനൽ വരികളെന്ന് പോലും അറിയപ്പെടാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാളും ഉന്നതമായ രൂപത്തിൽ മഹാന്മാരുടെ വരികൾക്കാണ് ഉസ്താദ് തഖ്മീസ് ചെയ്തത്. അതുകൊണ്ട് അവരെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരമാകാൻ പാടില്ല എന്നാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വളരെയധികം അത്ഭുതകരമായ കഴിവുകൾ ശൈഖിനുണ്ടായിരുന്നു. ഭാഷാപരമായ അറബിയിൽ മാത്രമല്ല, ഉറുദു ഭാഷയിൽ അത്ഭുതകരമായ കഴിവുണ്ടായിരുന്നു. ഉറുദു ഭാഷ തിരൂരങ്ങാടിയിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു പ്രത്യേകം ഉസ്താദിനെ കൊണ്ടുവന്ന് മുതഅല്ലിംകൾക്കൊക്കെ ഉറുദു പഠിപ്പിക്കാൻ ഉസ്താദുകൾ ശ്രമിച്ചു. ചിലരൊക്കെ പഠിച്ചു, ചിലർ പഠിച്ചില്ല. അങ്ങനെ ഭാഷകൾ പഠിപ്പിച്ചുകൊണ്ട് ദഅവത്തിന്റെ മേഖല സമ്പന്നമാക്കാനുള്ള ശ്രമം ഉസ്താദ് നടത്തി. നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന സാക്കിർ ഹുസൈൻ, അദ്ദേഹം ഒരു കാലത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അലിഗഡ് വിസിയായിരുന്ന സമയത്ത് അദ്ദേഹം മലബാർ കലാപത്തിന്റെ നേർ കാഴ്ചകൾക്ക് സാക്ഷിയായ പ്രദേശങ്ങളെ കണ്ട് പഠനം നടത്താൻ വേണ്ടി ഒരിക്കൽ ഇങ്ങോട്ട് വരികയുണ്ടായി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടി ഖിലാഫത്ത് വിപ്ലവത്തിന്റെ ഭരണവും അതുപോലെ തന്നെ മലബാർ കലാപത്തിന്റെ ഖിലാഫത്ത് ലഹളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന, അതിന്റെ സ്മാരകങ്ങളെ സംബന്ധിച്ച് അധ്യയനം നടത്താൻ വേണ്ടി വന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ അവറുകൾ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തോട് ഉറുദു സംസാരിക്കാൻ ഈ നാട്ടിൽ അധികം ആരുമില്ലാത്ത കാലത്ത് ഏകദേശം 50 ആണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ, അന്ന് ഇവിടെ വരുമ്പോൾ അദ്ദേഹം പ്രസിഡന്റ് അല്ലായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം അലിഗഡ് സർവകലാശാലയിലെ വിസിയായിരുന്നു. ആ സമയങ്ങളിൽ അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിന് ഗൈഡായി, മുതർജിമായി, ട്രാൻസ്ലേറ്ററായി, അദ്ദേഹത്തിന്റെ പരിഭാഷകനായി ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവറുകളായിരുന്നു. ഡോക്ടർ സാക്കിർ ഹുസൈൻ അവറുകൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അത്ഭുതത്തോടുകൂടി പറഞ്ഞുവത്രേ, തനിച്ച മലയാളിയായ ഒരാൾ, മലയാള നാട്ടിൽ ജീവിച്ചൊരു മനുഷ്യൻ ഇത്രയും വാചാലമായി സുന്ദരമായി ഉറുദു മാതൃഭാഷക്കാരെ പോലും വെല്ലുന്ന രൂപത്തിൽ ബാപ്പു ഉസ്താദ് അവറുകൾക്ക്
അദ്ദേഹം ബാപ്പു ഉസ്താദിന് ഉറുദു ഭാഷയിലുള്ള പാഠനം കണ്ടുകൊണ്ട് അദ്ദേഹം അമ്പരന്നു പോയി എന്നാണ് പറയുന്നത്. ഫാർസി ഭാഷയിലും ഉസ്താദിന് പരിജ്ഞാനമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ദാരുൽ മാരിഫ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് സ്ഥിരമായി കർണാടകയിലെ ചില പണ്ഡിതന്മാർക്ക് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. റൈച്ചൂരിലെയും ബെൽഗാമിലെയും ഒക്കെ മുഫ്തിമാരുടെയും ഖാസിമാരുടെയും അഡ്രസ് ഇട്ടുകൊണ്ടുള്ള എഴുതുന്ന കത്തുകളിൽ ശുദ്ധമായ ഉറുദു ഭാഷയിൽ ഉസ്താദ് എന്ന കത്തുകൾ പലപ്പോഴും പോസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭാഷാപരമായ കഴിവുകൾ, ദീർഘവീക്ഷണം, ദീർഘദൃഷ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീൽ തങ്ങൾ അവர்கள் എഴുതുന്നു, 2000 ആണ്ടിലാണ്, 2000 വർഷത്തിലാണ് ഖലീൽ തങ്ങളുടെ വീടിന്റെ കുറ്റിയടിക്കൽ ക്രമം നിർവഹിക്കപ്പെടുന്നത്. വീടിന് കുറ്റിയടിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉള്ളാൽ തങ്ങളാണ്. ഉള്ളാൽ തങ്ങൾ അവർ എന്ന താജുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ല. 2004 താജുൽ ഉലമക്ക് ഉള്ളാൽ തങ്ങൾ അവരെ താജുൽ ഉലമ എന്ന പേര് നൽകി ആദരിക്കുന്നത്. ആ സമയത്ത് അതിനു മുമ്പ് ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പയുടെ വീട്ടിന് കുറ്റിയടിക്കുന്ന സമയത്ത് കുറ്റിയടിച്ച് ആ വീടിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാൻ അടുക്കൽ വന്നുകൊണ്ട് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോ ഖലീൽ തങ്ങൾക്ക് ഒരു നല്ല വീടുമായി ബന്ധപ്പെട്ട വീടിന്റെ ഉദ്ഘാടനം അത് തുടങ്ങിയ വർഷം, അത് പൂർത്തിയാക്കിയ വർഷം, അതുമായി ബന്ധപ്പെട്ട വർഷം, ഇതൊക്കെ അടങ്ങുന്ന ഒരു വലിയ അർത്ഥപൂർണമായ വരികളിലൂടെയുള്ള ആശംസ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഖലീൽ തങ്ങൾ അവർക്ക് നൽകിയിരുന്നു. അതിന്റെ ഒരു വരികൾ അബ്ദുറഹ്മാനിൽ ബുഖാരി ശഹമു താജുൽ ആലമീൻ. അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർ താജുൽ ഉലമയായിട്ടില്ല. അതിന് 4 ആണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ കുറ്റിയടിച്ചു എന്ന് എഴുതുന്ന വരികളിൽ ബാപ്പു ഉസ്താദ് അവർ താജുൽ ആലമീൻ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉള്ളാൽ തങ്ങളെ വിശേഷിപ്പിച്ചതായിട്ട് ആ വരികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനും മുമ്പ് തന്റെ ദീർഘദൃഷ്ടി കൊണ്ട്, തന്റെ ബുദ്ധിവൈഭവം കൊണ്ട്, തന്റെ ആത്മീയമായ ഉൾക്കാഴ്ച കൊണ്ട് നിരവധി കാര്യങ്ങൾ ഈ ലോകത്തോട് അറിയിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാനാണ് ശൈഖുനാ തിരുരങ്ങാടി ഉസ്താദ് അവറുകൾ. ഉസ്താദിന്റെ വഫാത്ത് കഴിഞ്ഞ് ഇന്നേക്ക് ഏകദേശം 10-12 വർഷമായെങ്കിലും ഉസ്താദ് അവറുകൾ നമ്മുടെ ഖൽബിൽ ജീവിക്കുകയാണ്. ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരിലൂടെ ആ മഹാമനീഷി ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം ഇവിടെ അനുസ്മരിച്ച ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ബാനി ശൈഖുനാ OKM ബാപ്പു ഉസ്താദ് അവറുകൾ, അതേപോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഖിദ്മത്ത് ചെയ്ത് ഇവിടെ അനുസ്മരിക്കപ്പെട്ട, ഇനി അനുസ്മരിക്കാനിരിക്കുന്ന പണ്ഡിത വരേണ്യർ, മഹാനായ ഇപ്പോൾ ഈ മഹത്തായ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ശൈഖുനാ നൂറുൽ മആരിഫ് കിടങ്ങടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുനാ കാത്തിബ് ഉസ്താദ്, ബഹുമാനപ്പെട്ട OKM ബാപ്പു ഉസ്താദ് അവറുകൾ, ഈ സമൂഹത്തിന് തന്റെ ശക്തനായ പിൻഗാമിയായി അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട OK അബ്ദുൽ ഖാദിർ ബാഖവി എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന്റെ സർവ്വശില്പികൾക്കും ആയുസ്സും ആഫിയത്തും നൽകി 50 ആണ്ടിന്റെ മികവിൽ എത്തി നിൽക്കുന്ന ഈ സ്ഥാപനം നിരവധി പതിറ്റാണ്ടുകളിലൂടെ മുന്നോട്ട് പോയി വൈജ്ഞാനിക ലോകത്ത് ഏറ്റവും മഹത്തായ സേവനങ്ങൾ അർപ്പിക്കുന്ന ഒരു ധന്യമായ ഒരു സ്ഥാപനമായി, വിജ്ഞാന കേന്ദ്രമായി പരിലസിക്കട്ടെ, ഉയരട്ടെ, അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.